ഹലോ കൂട്ടുകാരെ, ഇന്നൊരു പന്തയത്തിൻ്റെ കഥ പറഞ്ഞു തരട്ടെ. പന്തയം എന്ന് വെച്ചാൽ എന്താ? പന്തയം, ആ അത് തന്നെ, ബെറ്റ് വെച്ചിട്ടുണ്ടോ നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ? ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ചെറിയ ചെറിയ ബെറ്റുകൾ വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ക്രിക്കറ്റിൽ ഇന്ന് വിരാട് കോഹ്ലി സെഞ്ചുറി അടിക്കുമോ, രോഹിത് ശർമ്മ എത്ര റൺസ് അടിക്കും, ബുംറ എത്ര വിക്കറ്റ് എടുക്കും, ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ബെറ്റുകൾ അല്ലേ? പിന്നെ ചിലർ വലിയ ബെറ്റുകൾ വെക്കുന്നുണ്ട് കേട്ടോ. വലിയ ആൾക്കാർ, വലിയ മനുഷ്യർ ഈ ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് ആര് ജയിക്കും, എത്ര വോട്ട് നേടും, ഇന്ന ആൾ ജയിച്ചാൽ പാതി തലമുടി എടുക്കും, മീശ എടുക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ ക്രിക്കറ്റൊക്കെ നടക്കുന്ന സമയത്ത് പണം വെച്ച് ബെറ്റ് വെക്കുന്നവരുണ്ട്. അതൊക്കെ വലിയ വാതുവയ്പ്പുകാർ. നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ? ക്രിക്കറ്റ് വാതുവെപ്പ്, 2 പേരെ അറസ്റ്റ് ചെയ്തു, പിടിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് 2 കൂട്ടുകാർ തമ്മിലുള്ളൊരു ബെറ്റിൻ്റെ കഥയാണ് കേട്ടോ. ഈ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് അറിയാമോ? ഒരു ആമയും ഒരു മുയലും. അവരൊരു കാട്ടിലാണ് താമസിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, മുയലെന്ന് പറഞ്ഞാൽ നല്ല വേഗത്തിൽ ഓടുന്ന ഒരാളാണെന്ന്. ആമയോ പാവം, വളരെ പതുക്കെ ഇഴഞ്ഞ് നടക്കുന്ന ഒരാളും. ഈ മുയലുണ്ടല്ലോ, എപ്പോഴും ഈ ആമയെ ഇങ്ങനെ കളിയാക്കും, ഇഴഞ്ഞു നടക്കുന്നു എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കൂട്ടുകാരെ അങ്ങനെ കളിയാക്കാൻ പാടുണ്ടോ? ഇപ്പോൾ എനിക്കൊരു കാര്യമുണ്ട്, നിനക്കതില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കാൻ പാടുണ്ടോ? നല്ല കൂട്ടുകാരൊന്നും അങ്ങനെ ചെയ്യില്ല അല്ലേ? ഈ മുയൽ ആമയോട് എപ്പോഴും പറയും, എന്നെ നോക്കൂ, ഞാൻ എന്ത് വേഗത്തിലാണ് ഓടുന്നത്, നിനക്ക് നാണമില്ലേ ഇങ്ങനെ ഇഴഞ്ഞ് നടക്കാൻ? അതിൻ്റെ കൂടെ പുറത്തൊരു തോട്, കണ്ടിട്ട് തന്നെ എന്തൊരു വൃത്തികേടാണ്, എൻ്റെ ചെങ്ങാതിയാണ് നീ എന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാവുന്നു. ഇങ്ങനെയൊക്കെ എപ്പോഴും ഈ മുയൽ ആമയോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. പാവം ആമയ്ക്കിത് കേൾക്കുമ്പോൾ സങ്കടം വരും. എന്നാലും ഒന്നും തിരിച്ചു പറയില്ല കേട്ടോ. ആമ തിരിച്ചൊന്നും പറയുന്നില്ല എന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ, ഈ മുയലിന് ഗമ കൂടും. അങ്ങനെ ഒരു ദിവസം മുയലിങ്ങനെ ഈ ആമയെ കളിയാക്കിയിരിക്കുമ്പോൾ ഒരു മത്സരത്തിന് വേണ്ടി ഈ ആമയെ മുയലിങ്ങനെ നിർബന്ധിക്കാൻ തുടങ്ങും. എന്ത് മത്സരമാണെന്നറിയാമോ? ഓട്ട മത്സരം. തന്നോട് ഓട്ടത്തിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുയൽ ആമയെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നത്. പാവ ആമ ഓട്ട മത്സരം നടത്തിയ താൻ തോറ്റു തൊപ്പിയിടുമെന്ന് ആമയ്ക്കറിയാം. മുയലിൻ്റെ സ്പീഡ് എല്ലാവർക്കും അറിയുന്നല്ലേ. എന്നാലും മുയലിൻ്റെ കളിയാക്കൽ സഹിക്കാനാവാതെ ഈ ആമ ഓട്ട മത്സരത്തിനങ്ങ് സമ്മതിച്ചു. അങ്ങനെ അവരൊരു ദിവസമൊക്കെ നിശ്ചയിച്ചു. ആ ഓട്ട മത്സരത്തിന് വേണ്ടിയുള്ള സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഫിനിഷിംഗ് പോയിൻറ്റും ഒക്കെ തീരുമാനിച്ചു. ഓട്ട മത്സരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കാണാനൊക്കെ ആൾക്കാർ വരില്ലേ. അപ്പോൾ ഈ കാട്ടിലെ ചില കൊച്ചു മൃഗങ്ങളൊക്കെ ഈ കാര്യം അറിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് മത്സരം കാണാൻ വേണ്ടി. അങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും മത്സരം ആരംഭിച്ചു. മുയൽ കുതിച്ചു പാഞ്ഞു. പാവാമ പുറകെ ഇങ്ങനെ മെല്ലെ ഇഴഞ്ഞ് നീങ്ങി. കുറേ ദൂരം ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ മുയലൊന്ന് തിരിഞ്ഞു നോക്കി. ഈ ആമ എവിടെ എത്തിയെന്നൊന്നും അറിയണ്ടേ. അപ്പോൾ വളരെയേറെ പിന്നിലായിട്ട് ആമ ഇങ്ങനെ ഇഴഞ്ഞു വരുന്നതേ ഉള്ളൂ. മുയലിൻ്റെ മുഖത്തൊരു പരിഹാസ ചിരി വിരിഞ്ഞു. ഇവൻ ഇനി എത്ര ഇഴഞ്ഞാൽ ഇവിടെയെങ്കിലും എത്തും. അപ്പം മുയലിനൊരു തോന്നൽ, ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ ഇനി അധിക ദൂരമില്ല, വേണമെങ്കിൽ തനിക്ക് കുറച്ച് സമയം ഒന്ന് വിശ്രമിക്കാമല്ലോ. ആ ഇഴയുന്നവന് ഇവിടെ എത്തുമ്പോൾ എഴുന്നേറ്റ് താൻ ഓടിയാൽ പോലും ഈ മത്സരത്തിൽ തനിക്ക് നല്ല സുഖമായിട്ട് ജയിക്കാം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് മുയൽ എന്തോ ചെയ്തു, അവിടെ കണ്ട ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു. ക്ഷീണം മാറ്റാനിരുന്ന മുയൽ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആമച്ചേട്ടൻ അതാ ഇഴഞ്ഞിഴഞ്ഞു വരുന്നു. മരച്ചൂട്ടിൽ കിടന്നുറങ്ങുന്ന മുയലിനെ കണ്ട ആമ എന്ത് ചെയ്തെന്നോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആമച്ചേട്ടൻ എന്ത് ചെയ്തു കാണും അറിയാമോ? ആമച്ചേട്ടൻ എന്ത് ചെയ്യാൻ, അനങ്ങാതെ മുന്നോട്ട് തന്നെ നടന്നു. പിന്നെ എന്ത് സംഭവിച്ചു? ഈ കഥ നിങ്ങൾക്കറിയാവുന്നതായിരിക്കും അല്ലേ? ഒരു ബഹളം കേട്ട് മുയൽ ഞെട്ടി ഉണർന്നു. ഉണർന്ന പാടെ എന്ത് ചെയ്തു, എഴുന്നേറ്റ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ജയിക്കണ്ടേ? അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നോ? അതാ ആമ വിജയശ്രീ ലാളിതനായി ഫിനിഷിംഗ് പോയിന്റിൽ ആഹ്ലാദത്തോടെ നിൽക്കുന്നു. അഹങ്കാരിയായ മുയലിനെ ആമ തോൽപ്പിച്ചതിൽ മൃഗങ്ങൾക്കുള്ള സന്തോഷത്തിൻ്റെ ആർപ്പുവിളിയാണ് മുയൽ കേട്ടത്. ആ ബഹളം കേട്ടിട്ടാണ് മുയൽ ഉണർന്നത്. മുയൽ നാണിച്ച് തല താഴ്ത്തി. തൻ്റെ അഹങ്കാരമാണ് ഇതിനെല്ലാം കാരണം. ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ ആമയും മുയലും. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം മുയലിന് കൊടുത്ത കഴിവെന്താണ്? ഈ വേഗത്തിലുള്ള ഓട്ടമായിരുന്നു. ആമയ്ക്കോ മുയൽ കളിയാക്കിയ ആ പുറന്തോട്, ദൈവം അതാണ് ആമയ്ക്ക് കൊടുത്ത രക്ഷാകവചം.
ശത്രുക്കളെ കാണുമ്പോൾ ആ തോടിനുള്ളിലേക്ക് തലവലിച്ച് ആമ രക്ഷപ്പെടും. ദൈവം നമുക്ക് നൽകിയ കഴിവുകളെ ചൊല്ലി സ്വയം അഹങ്കരിക്കുകയോ മറ്റുള്ളവരെ കളിയാക്കുകയോ ചെയ്യരുതെന്ന് മുയലിന് മനസ്സിലായി. മുയൽ ആമയോട് ക്ഷമ പറഞ്ഞു. താൻ ഇനി ഒരാളെയും കളിയാക്കില്ല എന്ന് പറഞ്ഞു. ആമ മുയലിനെ കെട്ടിപ്പിടിച്ചു. മൃഗങ്ങൾ സന്തോഷത്തോടെ കൈയടിച്ചു. ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്കും അങ്ങനെയല്ലേ? നിങ്ങൾ ചിലർ നന്നായിട്ട് പാട്ട് പാടും, മറ്റു ചിലർ നന്നായി ചിത്രം വരയ്ക്കും, ഇനിയും ചിലർ നന്നായിട്ട് പഠിക്കും. അങ്ങനെയൊക്കെ ഓരോ കഴിവുകളായിരിക്കും തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ദൈവം നമുക്ക് നൽകിയ കഴിവ് നമ്മൾ ദൈവത്തിനും പ്രയോജനകരമായിട്ട്, പിന്നെ നമ്മുടെ ഒപ്പമുള്ളവരുടെ നല്ലതിന് വേണ്ടിയിട്ടും പ്രയോജനപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. ഈ പന്തയത്തിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ കഥ തന്നെ ഒരു പാട്ടായിട്ട് പണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പ്രശസ്ത ഗായകനായ യേശുദാസിൻ്റെ തരംഗിണി സ്റ്റുഡിയോയിൽ നിന്ന് അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറേ കഥകൾ പാട്ട് രൂപത്തിലൊരു കാസറ്റിൽ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാസറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ടുമോ? പണ്ടൊക്കെ എല്ലാവർക്കും ടേപ്പ് റെക്കോർഡറിൽ കാസറ്റ് ഇട്ടായിരുന്നു പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റുന്നത്. ഇപ്പോൾ പിന്നെ നിങ്ങൾ എല്ലാവരും മൊബൈലൊക്കെ ഉണ്ട്, എപ്പോൾ വേണേലും ഏത് പാട്ട് വേണേലും നിങ്ങൾക്ക് കേൾക്കാമല്ലോ. പണ്ട് അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ ഈ കാസറ്റിലെ കുട്ടികൾക്കുള്ള സാരോപദേശ കഥകളെന്ന് പറഞ്ഞ ഒരു പേരിലാണ് ഈ കാസറ്റ് ഇറങ്ങിയിരിക്കുന്നത്. അതിൽ കുറേ കഥകളുണ്ട് കുട്ടികൾക്ക് വേണ്ടി. അതെല്ലാം പാട്ട് രൂപത്തിലാണ്. ഈ കഥയുടെ പാട്ട് അതിലുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയായിരിക്കും. ഞാൻ 2 വരി പാടിക്കേൾപ്പിക്കട്ടെ. അതിൽ കേട്ടിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ. പതുങ്ങി പമ്മി നടക്കും കുന്നിക്കുഴിമടിയൻ, ആമച്ചേട്ടനും ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ. ഒരു നാളവർ 2 പേരും പന്തയം വെച്ചു, ഓട്ടപ്പന്തയം വെച്ചു. മലയോരം താഴ്വാരം മത്സരം വെച്ചു, തമ്മിൽ മത്സരം വെച്ചു. ഇഴയും കാരാമയും പായുന്നൊരു പൊന്മുയലും പരിപാടിയിലാരാദ്യം സമ്മാനം നേടും. ഇതാണ് ആ പാട്ടിൻ്റെ ആദ്യ വരികൾ. അങ്ങനെ ഈ കഥ മുഴുവനും ഈ പാട്ട് രൂപത്തിൽ അതിൽ ഉണ്ട്. വേറെയും കഥകളുണ്ട്. അപ്പോൾ ഇന്നത്തെ ആമയുടെയും മുയലിൻ്റെയും ഓട്ടപ്പന്തയത്തിൻ്റെ കഥയും ആ പാട്ടും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും അഭിപ്രായം പറയണം. ഇനി വേറൊരു കഥയുമായിട്ട് വേറൊരു ദിവസം വരാം.